രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എത്തിയതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. തന്റെ മുൻ സഹപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി തന്നെ ഭയപ്പെട്ടിരുന്നെന്നും ഇപ്പോൾ മകനെ ഭയപ്പെടുകയാണെന്നുമുള്ള ഹിമന്തയുടെ പരാമർശം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരേ സമയം ചിരിപ്പിക്കുന്നതും ഒരേ സമയം ഞെട്ടിപ്പിക്കുന്നതുമാണ്. തന്റെ കുടുംബ ബിസിനസ്സുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നത് രാഹുലിന്റെ ബാലിശതയാണെന്നാണ് ഹിമന്ത കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി തന്നെ ഭയപ്പെട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥിയായ എന്റെ മകനെ ഭയപ്പെടുന്നു. എന്റെ മകൻ രാഷ്ട്രീയത്തിൽ വരില്ല. പിന്നെന്തിനാണ് രാഹുൽ ഗാന്ധി അവനെ ഭയപ്പെടുന്നത് എന്നാണ് നേതാവിന്റെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം CBI ഡയറക്ടർക്ക് കത്തയച്ചിരുന്നു. ഇതാണ് പുതിയ പ്രതികരണത്തിനുള്ള പ്രധാന കാരണം. മറ്റ് BJP മുഖ്യമന്ത്രിമാരെ അഴിമതി പഠിപ്പിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയും ഹിമന്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെ ആരംഭിച്ചത്. ഗാന്ധി കുടുംബത്തെക്കാൾ അഴിമതിക്കാരനാകാൻ മറ്റാർക്കും കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മണിപ്പൂരിൽ നിന്ന് ജനുവരി പകുതിയോടെ ആരംഭിച്ച കോൺഗ്രസ് യാത്ര ഇപ്പോൾ അസമിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനിടയിലായിരുന്നു രാഹുലിന്റെ ഇത്തരത്തിലുള്ള പരാമർശവും. അതേസമയം 2 ദിവസം മുൻപ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ അസം പോലീസ് കേസെടുത്തിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് യാത്രയുടെ റൂട്ടിൽ മാറ്റം വരുത്തിയെന്നാണ് പോലീസിന്റെ ആരോപണം. യാത്രയ്ക്കായി നൽകിയ റൂട്ടിൽ സംഘാടകർ മാറ്റം വരുത്തിയെന്നും നിർദ്ദേശിച്ചിരുന്ന വഴിയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു വഴിയിലൂടെയാണ് യാത്ര തുടർന്നെന്നുമായിരുന്നു പോലീസിന്റെ ആരോപണം. വ്യാഴാഴ്ച ഉച്ചയോടെ ജോർഹട്ട് ടൗണിലൂടെയാണ് യാത്ര കടന്നുപോയിരുന്നത്. മുൻകൂട്ടി അറിയിക്കാതെ യാത്രാ റൂട്ട് മാറ്റിയത് ഗതാഗതം താറുമാറാക്കിയെന്നാണ് ആരോപണം. നേരത്തെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഗുവാഹത്തി നഗരത്തിൽ പ്രവേശിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗുവാഹത്തി നഗരത്തിൽ ആശുപത്രികളും സ്കൂളുകളും എല്ലാം ഉണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ ഇവിടെ BJP പോലും പരിപാടികൾ സംഘടിപ്പിക്കാറില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി നഗരത്തിൽ കൂടി യാത്ര ചെയ്ത് കേസെടുക്കുമെന്നും ഹിമന്ത താക്കീത് നൽകിയിരുന്നു. അതുതന്നെ സംഭവിക്കുകയും ചെയ്തു. ഏതായാലും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏറെ നിർണായകമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര. ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഈ യാത്ര സഹായിക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഇന്ന്. ആദ്യ യാത്രയിൽ ജനം ഒഴുകിയെത്തിയെങ്കിലും രാഹുലിനോ കോൺഗ്രസിനോ രാഷ്ട്രീയ നേട്ടങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. 15 സംസ്ഥാനങ്ങളിലായി 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. മുംബൈയിൽ മാർച്ച് 20-നോ 21-നോ ആയിരിക്കും യാത്രയുടെ സമാപനം. മണിപ്പൂരിനെ കൂടാതെ 4 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയും യാത്ര കടന്നു പോകുന്നുണ്ട്. പ്രത്യയശാസ്ത്രപരമായ യാത്രയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര. അല്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതല്ലെന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ അന്യായ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ യാത്രയെന്നും കോൺഗ്രസ് പറയുകയുണ്ടായി.